അപ്പോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഈ വിഷയം എൻ്റെ ഒരു ഫേവറേറ്റ് വിഷയമായ പക്ഷികളെ കുറിച്ച് പക്ഷി നിരീക്ഷണത്തെ കുറിച്ചിട്ടും അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ച ഈ കൂട്ടായ്മയുടെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പ്രിയ ശിഷ്യയും ആയിട്ടുള്ള എൻ്റെ മകളുടെ ഗുരുനാഥയും കൂടിയായിട്ടുള്ള ഡോക്ടർ മിനിയാണ് എന്നെ ഇതിനെ ഒരുപാട് നാളായിട്ട് നിർബന്ധിക്കുന്നത്. മിനിക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പക്ഷികളെ കൊണ്ട് സമൂഹത്തിനുള്ള പ്രയോജനങ്ങൾ എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാല്, പക്ഷികളാണല്ലോ ഒരു ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ പോളിനേറ്റേഴ്സ്, പരാഗണം നടത്തുന്നു. അങ്ങനെയാണ് ഈ കായൊക്കെ ഉണ്ടാവുക, അതിന് സഹായിക്കുന്നു. അതുപോലെ സീഡ് ഡിസ്പെൻസറാണ്, വിത്തുകളുടെ വിതരണം. നമ്മുടെ കാടുകൾ നിലനിർത്തുന്നതിലൊക്കെ വേഴാമ്പൽ പോലെയുള്ള വളരെ വൈഡ് ഏരിയ കവർ ചെയ്യണ പക്ഷികൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. പിന്നെ ഒരു പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ പെസ്റ്റ് കൺട്രോൾ. പ്രത്യേകിച്ച് ഈ വിളകളൊക്കെ നശിപ്പിക്കണ കൃമികീടങ്ങളെയൊക്കെ തിന്നൊടുക്കും. ഈവൺ പല സ്ഥലത്തും കേരളത്തിന് പുറത്ത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സ്റ്റഡി ഉണ്ട്. അവരൊക്കെ തമിഴ്നാട്ടിലൊക്കെ പാടങ്ങളിൽ മൂങ്ങകൾക്ക് വന്നിരിക്കാനായിട്ട് പറിച്ചുണ്ടാക്കും. അപ്പോൾ അവിടെ മൂങ്ങകൾ വന്നിരുന്ന് താഴെ പാടത്തെ എലികളെയൊക്കെ പിടിച്ച് തിന്നും. അപ്പൊ അങ്ങനെ വളരെയധികം ഇത് ഇങ്ങനത്തെ എലികൾക്ക് മൂങ്ങകൾക്ക് വന്നിരിക്കാനായിട്ട് ഇരിപ്പിടം വെച്ച പാടങ്ങളും അല്ലാത്ത പാടങ്ങളും തമ്മിൽ വിളവുകളിൽ വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ പുറത്താണ് ഈ കാരിയോൺ ഈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചത്തു കിടക്കണ മൃഗങ്ങളുടെ ഒക്കെ മാംസമൊക്കെ തിന്ന് അധികം അത് അല്ലെങ്കിൽ ഒരുപാട് ജന്തുജന്യ രോഗങ്ങളൊക്കെ വരും. അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് പക്ഷികള്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലോ പാമ്പുകളെ കുറിച്ചിട്ട്. ഈ പാമ്പുകളെ കൺട്രോൾ ചെയ്യണതിലും പക്ഷികൾക്ക് നല്ലൊരു പങ്കുണ്ട്. സ്ഥിരം പാമ്പുകളെ നമ്മളുടെ പറമ്പുകളിൽ തന്നെ വരണ ഉപ്പനൊക്കെ പാമ്പുകളെ പിടിച്ചു തിന്നണ പക്ഷിയാണ്. അല്ലാണ്ട് വലിയ പാമ്പുകളെയൊക്കെ പിടിച്ചു തിന്നുന്ന പക്ഷികളാണ് ക്രസ്റ്റഡ് സർപ്പന്റ് ഈഗിൾ, ഷോർട്ട് സ്നേക്ക് ഈഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പക്ഷികളൊക്കെ. ഈ പാമ്പുകളുടെ എണ്ണം കുറയാനായിട്ട് നമുക്ക് അതൊരു ഭീഷണിയാവാണ്ടിരിക്കാനും വളരെ നല്ലൊരു ഉപകാരം ചെയ്തു തരുന്ന ആൾക്കാരാണ്. ഇതിപ്പോ പറഞ്ഞു തുടങ്ങിയപ്പോ വന്നൊരു ഓർമ്മയാണ്. ഒരു 3 കൊല്ലം മുമ്പ് എന്റെ വീടിന്റെ അടുക്ക ആഞ്ഞിലിയില് വലിയ 2 തേനീച്ചക്കൂടുണ്ടായി. അപ്പോ എന്ന് കഴിഞ്ഞിട്ട് ആൾക്കാർക്കൊക്കെ വഴി നടക്കാൻ പറ്റാണ്ടായി. ഇവിടെ ജോലിക്ക് വന്ന ഒരാളെ തേനീച്ചകളെ കുത്തിയിട്ട് ഞാൻ ആസ്പത്രി കൊണ്ടുപോയി അയാൾ 2 ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് അത് രാത്രി പന്തം വെച്ച് കത്തിക്കാനായിട്ടൊരു കോൺട്രാക്ട് കൊടുത്തു. കോൺട്രാക്ട് കൊടുത്ത് രാത്രി അവർ വരണതിന്റെ അന്ന് വൈകിട്ടാണ് ഓറിയന്റൽ ഹണി ബസാർഡ് എന്നുകൊണ്ടൊരു പക്ഷിയുണ്ട്. തേൻകൊതിച്ച് പെരുതെന്നാണ് അതിന്റെ മലയാളത്തിലെ പേര്. ഈ പക്ഷികൾ 2 ഈ ആഞ്ഞിലിയിലേക്ക് അന്ന് വൈകിട്ട് വന്നപ്പോ ഈ രാത്രി പന്തമൊക്കെ ആയിട്ട് ഇത് കത്തിക്കാൻ വന്ന ആൾക്കാരോട് ഞാൻ 2 ദിവസം സമയം തരാൻ പറഞ്ഞു. എന്നിട്ട് ഇത് തേനീച്ചകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു. അവിടുത്തെ എന്റെ അയൽപ്പക്കക്കാരും സമ്മതിച്ചു. 2 ദിവസം കൊണ്ട് ഈ 2 തേൻകൊതിച്ച് പരുന്തുകളുടെ ഈ തേനീച്ചക്കൂടുകൾ, വലിയ തേനീച്ചക്കൂടുകൾ 2 തിന്നു തീർത്തു. അങ്ങനെ അപ്പൊ നമുക്ക് പക്ഷികളെ കൊണ്ട് പല വിധത്തിലുള്ള ഉപകാരമുണ്ട്. ഇതൊന്നും അല്ലാണ്ട് തന്നെ പക്ഷികളെ ഒരു എന്താ പറയാ ഒരു പരിസ്ഥിതി ആരോഗ്യത്തിന്റെ സൂചികകൾ എന്നും വിളിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറിയ ഒരു പരിസ്ഥിതിയിലുള്ള എൻവയോൺമെന്റിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും പക്ഷികളെ അഫക്ട് ചെയ്ത് പക്ഷികൾ വരാണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത് ഒരു പ്രാക്ടിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്നും പക്ഷികളെ കുറിച്ച് പറയാറുണ്ട്. അവർ വളരെ സെൻസിറ്റീവ് ആണ് ലാൻഡ് യൂസിന്റെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെയും ഒക്കെ. അപ്പോ അങ്ങനെ പക്ഷികളെ കൊണ്ട് വളരെ നിരവധി പ്രയോജനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു കേരളത്തിലെ പക്ഷികളുടെ ഒരു നിലയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തില് ഇതുവരെ ഒരു 560 സ്പീസീസ് പക്ഷികളെയാണ് കണ്ടിട്ടുള്ളത്.
അതില് ചില പക്ഷികളൊക്കെ വല്ലപ്പോഴും വല്ല 5 കൊല്ലത്തിലോ 10 കൊല്ലത്തിലോ ഒരിക്കൽ എങ്ങനെയോ വഴിതെറ്റി വന്ന പക്ഷികളാണ്. അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഇവിടെ ഒരു 450 സ്പീസീസ് പക്ഷികളാണ് കേരളത്തിൽ വരുന്നത്. അതില് ഒരു ഈ പക്ഷികൾ വരണത് ഒരു സെപ്റ്റംബറിൽ വരും, ഏപ്രിലിൽ അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഇവിടെ കൂടൊന്നും കൂട്ടി മുട്ടയൊന്നും ഇടില്ല. അപ്പൊ ഈ 450 പക്ഷികൾ കേരളത്തിൽ നമ്മൾ കാണുന്നതിൽ ഏതാണ്ട് ഒരു 260 പക്ഷികള് ഇവിടുത്തെ റെസിഡന്റ് ബേർഡ്സ് എന്ന് പറയാം. ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും അവര്. ബാക്കിയുള്ള പക്ഷികള് ദേശാടന പക്ഷികളാണ്. അപ്പൊ നമ്മളുടെ സാധാരണ കാണുന്ന പക്ഷികളില് ഒരു 40-45% പക്ഷികള് ദേശാടന കിളികളാണ്. അപ്പൊ ചില ദേശാടന കിളികളൊക്കെ അത്രയും കോമൺ ആണ്, നമുക്കത് ദേശാടന കിളികളാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. ഫോർ എക്സാമ്പിൾ മഞ്ഞക്കിളികള്, 3 തരത്തിലുള്ള മഞ്ഞക്കിളികളെ നമുക്ക് കേരളത്തിൽ കാണാം. അതില് മഞ്ഞക്കറുപ്പൻ ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ മാത്രമാണ് ഇവിടുത്തെ ദേശവാസി. ബാക്കി 2 മഞ്ഞക്കിളികളും ദേശാടന കിളികളാണ്. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ വിചാരിക്കണ പല പക്ഷികളും ദേശാടന പക്ഷികളാണ്. അതിനൊക്കെ ഇവിടെ സെപ്റ്റംബർ ടു ഏപ്രിലിലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ പക്ഷികളെയൊക്കെ അവ ഇര തേടുന്ന സ്വഭാവം അനുസരിച്ചിട്ട് അതിന്റെ ഒരു ഹാബിറ്റാറ്റ്, ആവാസ വ്യവസ്ഥത അനുസരിച്ചിട്ട് 5ആക്കി തിരിക്കാം. ഒന്ന് വെറ്റ്ലാൻഡ് ബേർഡ്സ് അല്ലെങ്കിൽ നീർപക്ഷികൾ, വെള്ളത്തില് ഇറങ്ങി നിന്ന് ഭക്ഷണം ഇര പിടിക്കണ പക്ഷികൾ. പിന്നെ ഒരെണ്ണം നിലത്ത് ഇര തേടുന്ന പക്ഷികളുണ്ട്, ഗ്രൗണ്ട് ഫീഡിങ് ബേർഡ്സ്. പിന്നെ മരത്തിൽ ഇര തേടുന്ന പക്ഷികളുണ്ട്, ആർബോറിയൽ ബേർഡ്സ്. പല പക്ഷികളും നമുക്കറിയാം, മഞ്ഞക്കിളിയൊക്കെ ഫോർ എക്സാമ്പിൾ ഒരു ആർബോറിയൽ ബേർഡാണ്. പിന്നെ ആകാശത്ത് ഇര തേടുന്ന പക്ഷികളുണ്ട്, സ്വാളോസ്, സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പല പക്ഷികൾ എപ്പോഴും പറന്ന് ഇര പിടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതൊന്നും അല്ലാണ്ട് 5-മതുള്ളതാണ് ഇരപിടിയൻ പക്ഷികൾ അഥവാ ബേർഡ്സ് ഓഫ് പ്രേ, അല്ലെങ്കിൽ റാപ്റ്റേഴ്സ് എന്നൊക്കെ പറയാം. ഇതൊക്കെ ചെറിയ പക്ഷികളെയും ചെറിയ ജീവജാലങ്ങളെയും പിടിച്ചു തിന്നണ പക്ഷികളാണ് ഈ റാപ്റ്റേഴ്സ്, ബേർഡ്സ് ഓഫ് പ്രേ ഒക്കെ. പിന്നെ നമുക്ക് പക്ഷികളോട് എന്താണ് ആകർഷണം തോന്നാൻ ഒരു കാരണം? ഒന്ന്, പക്ഷികളെ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലേ? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറയും ഒരു ഇംഗ്ലീഷ് കവിതാശകലം. പിന്നെ പക്ഷികളുടെ ലോകം വളരെ വൈവിധ്യമേറിയതാണ്. വെറൈറ്റി ഈസ് ദി സ്പൈസ് ഓഫ് ലൈഫ് എന്നതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും വൈവിധ്യമാണ് പക്ഷികളുടെ ലോകം. വെറൈറ്റി ഈസ് ദി സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആസ്വാദ്യത എന്നത് അതിന്റെ വൈവിധ്യത്തിലാണ്. ഓരോ ദിവസവും നമ്മളുടെ ജീവിതം എത്ര വൈവിധ്യപൂർണമാക്കാമോ അത്രയും ആസ്വാദ്യമാക്കാം നമ്മളുടെ ജീവിതം. വളരെ എളുപ്പത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വൈവിധ്യം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് പക്ഷി നിരീക്ഷണം. ഇപ്പൊ ഞാൻ എടപ്പള്ളിയിൽ ഞാൻ താമസിക്കണ വീടിന്റെ ചുറ്റുമായിട്ട് 62 സ്പീസീസ് പക്ഷികളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ 62 സ്പീസീസ് പക്ഷികളും ഓരോന്നും വേറെ വേറെ പോലെയാണ് ഇരിക്കുക. മാത്രമല്ല, ഈ ഓരോ സ്പീസീസിലെയും പക്ഷികളിൽ പല പക്ഷികളിലും ആണും പെണ്ണും വ്യത്യാസം ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുയില്, നമുക്കറിയാം കുയിലിന്റെ ആണ് കറുപ്പ് ഒരു ബ്ലൂ ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുക. അതിന്റെ പെണ്ണ് നമ്മൾ പുള്ളിക്കുയിൽ എന്നൊക്കെ വിളിക്കും, നിറച്ച് പുള്ളികളായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ അതുപോലെ തത്തയും ആണും പെണ്ണും വ്യത്യാസം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന മരംകൊത്തി, ഇതൊക്കെ ആണും പെണ്ണും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ 62 പക്ഷികളില് നല്ലൊരു ശതമാനം പക്ഷികൾ ആണും പെണ്ണും തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ അത്രയും വൈവിധ്യമാണ് നമ്മൾ കാണുക. ഈ പക്ഷികളില് പിന്നെ അതുപോലെ പക്ഷികളൊക്കെ ഇണചേരണ കാലത്തും അല്ലാത്ത കാലത്തും വേറെ വേറെ പോലെയാണ് ഇരിക്കുക. ഇത് ഇണചേരണ കാലത്ത് ഉണ്ടാവുന്ന ഒരു രൂപഭേദത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ ബ്രീഡിംഗ് പ്ലൂമേജ് എന്ന് പറയും. ആ സമയത്ത് പക്ഷികൾ കാണാൻ വളരെ സൗന്ദര്യമുണ്ടായിരിക്കും, വളരെ ആകർഷണീയമായിരിക്കും കാണാനായിട്ട്. അത് ഈ ബ്രീഡിംഗ് പ്ലൂമേജ് ഏതാണ്ട് ഒരു മാസങ്ങളോളം ഒക്കെ തന്നെ നീണ്ടു നിൽക്കും.
അത്രയും കാണാൻ നല്ല ഭംഗിയായിരിക്കും ബ്രീഡിംഗ് പ്ലൂമേജ്. അല്ലാത്ത സമയത്തുള്ള പ്ലൂമേജ്, അല്ലാത്ത സമയത്തുള്ള ഒരു രൂപത്തിനെ നമ്മൾ നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് അല്ലെങ്കിൽ കോമൺ പ്ലൂമേജ് എന്ന് പറയും. പിന്നെ പക്ഷികൾ ഈ ബ്രീഡിങ്ങിൽ നിന്ന് നോൺ ബ്രീഡിങ്ങിൽ നിന്ന് ബ്രീഡിങ്ങിലേക്കും തിരിച്ചും വരുന്ന ട്രാൻസിഷണൽ പ്ലൂമേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പക്ഷിയും നമ്മളുടെ ഒരു കൊല്ലത്തെ പല മാസങ്ങളില് പലതുപോലെയാണ് ഇരിക്കുക. അപ്പൊ അത്രയും ഒരു വൈവിധ്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങള് സാധാരണ കാണുന്ന ഒരു പക്ഷിയാണ് കാലിമുണ്ടി എന്ന് പറഞ്ഞൊരു പക്ഷി, കാറ്റിൽ എഗ്രറ്റ്. വെളുത്ത ഒരു കൊക്ക്, എപ്പോഴും ഈ പോത്തിന്റെയും പശുവിന്റെയും ഒക്കെ കൂടെ നടന്ന് അതിന്റെ മേത്തുള്ള ചെള്ളുകളെയൊക്കെ തിന്നുണ്ടാവും. അതിന്റെ കാല് നടക്കുമ്പോ പറന്നു പോണ പക്ഷികളെയൊക്കെ അല്ല ജീവികളെയൊക്കെ തിന്നുണ്ടാവും. ആ കാലിമുണ്ടി എന്ന് പറഞ്ഞ സാധാരണ ഒരു വെള്ള കൊക്ക. ആ പക്ഷിയെ നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതിന്റെ ബോഡിയിൽ നല്ലൊരു ഭാഗം മഞ്ഞ കളറാണ്. അതിന് ഇപ്പൊ ബ്രീഡിംഗ് പ്ലൂമേജ് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ബ്രീഡിംഗ് പ്ലൂമേജ് എന്ന് പറയുന്നത് ഒരു 3-4 മാസമൊക്കെ ഉണ്ടാവും ഓരോ പക്ഷിക്കും. അപ്പൊ അത്രയും വ്യത്യാസമാണ്. ഈ സാധാരണ നമ്മൾ കാണുന്ന പക്ഷികൾ തന്നെ അത്രയും വ്യത്യാസത്തിലാണ് ഇരിക്കുക. അത്രയും വെറൈറ്റിയാണ് നമുക്ക് കിട്ടുക. ഇത് ആകാരത്തിലുള്ള വൈവിധ്യം. എന്നാ പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഔട്ടർ ബ്യൂട്ടി മാത്രമല്ലല്ലോ, അതിന്റെ പെരുമാറ്റ സവിശേഷതകള്, അതിന്റെ എന്താ പറയാ അനാട്ടോമിക്കൽ അഡാപ്റ്റേഷൻസ്, ശരീരപ്രകൃതിയുടെ പ്രത്യേകതകൾ, ഇതൊക്കെ അത് പിടിക്കുന്ന ഇരകളുടെ സ്വഭാവം അനുസരിച്ചിട്ടും അത് ജീവിക്കണ ചുറ്റുപാടനുസരിച്ചിട്ടും വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പക്ഷികളുടെ നാക്ക് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന സൺബേർഡ് ഉണ്ട്, തേൻകിളി എന്ന് പറയും. 2-3 തരത്തിലുള്ള തേൻകിളികളുണ്ട്. ഈ തേൻകിളികളുടെ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോ പോലെയാ. എന്നിട്ട് ഈ നാക്ക് പൂവിന്റെ അകത്തേക്ക് ഇട്ടിട്ട് സ്ട്രോവില് നമ്മളൊരു എന്തെങ്കിലും വലിച്ചു കുടിക്കണ മാതിരി ആ തേൻ വലിച്ചു കുടിക്കും. അതേ സമയത്ത് ഒരു മരംകൊത്തിയുടെ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ മനുഷ്യന്റെ നാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ മാത്ര. ഒരു മരംകൊത്തിയുടെ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോൺസ് ആൻഡ് കാർട്ടിലേജസ് ആണ്. അത് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര നീളത്തിലുള്ളതാണ്. അതായത് തലച്ചോറും ചുറ്റിയാണ് വെക്കാതെ ഉപയോഗിക്കാത്തപ്പോ. അത് വളരെ ഷാർപ്പാണ്. അത് ഈ മരത്തിലൊക്കെ ഓട്ട തുളച്ചിട്ട് അതിനകത്തേക്ക് ഈ നാക്ക് ഇട്ടിട്ട് ആണ് അതിനകത്തുള്ള ജീവികളെ കൊന്നിട്ട് അത് വലിച്ചെടുത്ത് തിന്നുക. അങ്ങനെ ഓരോ പക്ഷിയുടെയും അനാറ്റോമിക്കൽ അഡാപ്റ്റേഷൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഇരപിടിയൻ പക്ഷികൾ, ബേർഡ്സ് ഓഫ് പ്രേ അല്ലെങ്കിൽ റാപ്റ്റേഴ്സ്. അതിന്റെയൊക്കെ കാലിലെ നഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീളമേറിയതും മൂർച്ചയായിട്ടുള്ളതുമാണ്. അതിന് ചെറിയ പക്ഷികളെയും മറ്റു ചെറിയ ജീവികളെയൊക്കെ പിടിച്ച് തിന്നാനുള്ളതല്ലേ. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് വ്യത്യാസമുണ്ട് ഓരോ പക്ഷികളുടെയും ഓരോ ശരീരഭാഗങ്ങൾ തന്നെ. പിന്നെ അതുപോലെ പക്ഷികളുടെ ഇടയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ സൗണ്ട്സ്, അതിന്റെ കോൾസ്. ഓരോ സ്പീസീസിനും ഓരോ തരത്തിലുള്ള കോൾസ് അല്ലെങ്കിൽ സൗണ്ട്സ് ആണ് ഉണ്ടാവുക. മാത്രമല്ല ഓരോരോ ഉദ്ദേശത്തിനും വേറെ വേറെ കോൾസ് ആണ് ഉണ്ടാക്കാറ്. ഇപ്പൊ ഒരു കോള് ടെറിട്ടറി മാർക്കിംഗ്, അത് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഒച്ച ഉണ്ടാക്കിയിട്ട് വേറെ സെയിം സ്പീസീസിലൊക്കെ പക്ഷികളെ അറിയിക്കും, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളാരും ഇവിടെ വരണ്ട എന്ന് അറിയിക്കും. പിന്നെ അല്ലെങ്കിൽ അലാം കോൾസ് ഉണ്ട് അതിന്. ഒരു പാമ്പോ അതുപോലെ അതിനെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ റാപ്റ്റർ, ബേർഡ്സ് ഓഫ് പ്രേ, അതുപോലെ എന്തിനും കണ്ടു കഴിഞ്ഞാൽ അത് അലാം കോൾസ് ഉണ്ടാക്കിയിട്ട് വേറെ പക്ഷികളെയും ഒക്കെ അലർട്ടാക്കും. ഇങ്ങനെ ഒരു പക്ഷിയുണ്ട്, നമുക്കൊരു ത്രെട്ട് ഉണ്ട്, ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഇണ ചേരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൗണ്ടുകൾ ഉണ്ട്. അതിന് സോങ് എന്ന് പറയും, കോർട്ട്ഷിപ്പ് സോങ്. പിന്നെ അത് വളരെ നന്നായിട്ട് വളരെ വിശേഷമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള പാട്ടുകൾ പാടും ഇണയെ ആകർഷിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റാപ്റ്റേഴ്സ് അതുപോലെയുള്ള ത്രെട്ട്, ഭീഷണിയൊക്കെയുള്ള പക്ഷികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു മോബിംഗ് കോൾ ഉണ്ട്. ഇപ്പൊ ബാബ്ലേഴ്സ് ഒക്കെ ഒരു ശിഖര വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാ ബാബ്ലേഴ്സിനെയും, അല്ലെങ്കിൽ ഒരു കാക്ക കണ്ടു കഴിഞ്ഞാൽ വേറെ കാക്കകളെയൊക്കെ വിളിച്ചു വരുത്താനായിട്ടൊരു കോള്, പ്രത്യേകിച്ച് മോബിംഗ് കോള്.
പക്ഷികളുടെ പാട്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കേരളത്തില് ഏറ്റവും നന്നായിട്ട് പാടുന്ന പക്ഷിയാണ് ചൂളക്കാക്ക. പൊതുവെ കുറച്ച് കാടുള്ള സ്ഥലത്തൊക്കെയാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ മൂന്നാറോ അല്ലെങ്കിൽ വാൽപ്പാറയിലെ ഒക്കെ പോയി താമസിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 4:30-5 മണി തൊട്ട് ഇതിന്റെ മനോഹരമായ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പാണ്ട് പാടിക്കൊണ്ടിരിക്കും. മലബാർ വിസിലിംഗ് ത്രഷ്. അതുപോലെ നമ്മൾ സാധാരണ കാണുന്ന മണ്ണാത്തിപ്പുള്ള്, ഓറിയന്റൽ മാക്പൈ റോബിൻ, അതിന്റെ നല്ല പാട്ടാണ്. അല്ലെങ്കിൽ അതുപോലെ ഒച്ചയുണ്ടാക്കുന്ന വേറൊരു പക്ഷിയാണ് റാക്കറ്റൈൽ ഡ്രോങ്കോ, കാടുമുഴക്കി എന്ന് മലയാളത്തിൽ പറയും. അപ്പോ ഈ റാക്കറ്റൈൽ ഡ്രോങ്കോ ഒക്കെ 50-ൽ കൂടുതൽ തരത്തിലുള്ള ഒച്ചകൾ ഉണ്ടാക്കുന്നതാണ് പറയണത്. ഭയങ്കര ഈ ഒരു ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര കഴിവാ. പൂച്ചയുടെ ഒച്ച ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇരപിടിയൻ പക്ഷിയുടെ ഒച്ച ഉണ്ടാക്കും, ഈവൻ മോട്ടോർ സൈക്കിളിന്റെ വരെ ഒച്ച ഉണ്ടാക്കും എന്ന് പറയണം. അപ്പൊ അത്രയും വ്യത്യസ്തമാണ് പക്ഷികളുടെ ഒച്ചകള്. പിന്നെ പക്ഷികളും മനുഷ്യരെ പോലെ തന്നെ അവരവരുടെ ശരീരം ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കുളിക്കും, തൂവലുകളൊക്കെ വൃത്തിയാക്കും, പ്രീനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്തൊരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട് മിക്കവാറും പക്ഷികളുടെ. അത് കൊക്കുകൊണ്ട് തിരിഞ്ഞ് പുറത്തുള്ള ഓയിൽ ഗ്ലാൻഡിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അത് തൂവലുകളിലൊക്കെ വെച്ച് തേക്കും. തൂവലുകളുടെ ആരോഗ്യത്തിനും ഒരു വാട്ടർ റിപ്പല്ലന്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ തേക്കും. പിന്നെ ചിറകൊക്കെ അടിച്ച്, അതുപോലെ കാലുകള് ഒക്കെ നീട്ടി സ്ട്രെച്ച് ചെയ്ത് ഒക്കെ എക്സസൈസ് ചെയ്യും. അത് ചില പക്ഷികള് മണ്ണില് കിടന്ന് ഉരുണ്ട് മഡ് ബാത്ത് അല്ലെങ്കിൽ ഡസ്റ്റ് ബാത്ത്, സാൻഡ് ബാത്ത് എന്നൊക്കെ പറയണ പോലെ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് ശരീരം മുഴുവൻ മണ്ണാക്കും. നമ്മൾ ആനയൊക്കെ ചെയ്യൂലോ, നമ്മള് പറയില്ല എന്താ മത്തേപൻ പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ എന്ന് പറയണ മാതിരി ചില സ്പീസീസ് പക്ഷികള് മേത്ത് മുഴുവൻ മണ്ണാക്കിയിട്ട് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ചെയ്യണ കാണാം. അത് ചില ഇനം പക്ഷികൾ ഇത് കൂട്ടമായിട്ടാണ് ചെയ്യുക. കമ്മ്യൂണൽ സാൻഡ് ബാത്ത് അല്ലെങ്കിൽ മഡ് ബാത്ത് ആണ് ചെയ്യുക. കൂടുതലും ഈ ബീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. അതിങ്ങനെ 30-40 പക്ഷികള് കൂട്ടമായിട്ട് സാൻഡ് ബാത്ത് ഒക്കെ എടുക്കണതാണ്. ഞാൻ അതിന്റെ ഫോട്ടോ കണ്ടിരിക്കണത് ഒന്ന് നമ്മുടെ വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ, അവർക്കൊക്കെ ഭയങ്കര വലിയ ക്യാമ്പസ് ആണല്ലോ, മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ അടുക്കല്, അതുപോലെ കളമശ്ശേരി HMTയുടെ അടുക്കല്, അവിടെയൊക്കെയുള്ള ആ കാടിന്റെ ഇടയിലുള്ള ക്ലിയറിങ്ങില് ഇവരിങ്ങനെ കമ്മ്യൂണലായിട്ട് കൂട്ടത്തോടെ സാൻഡ് ബാത്തും മഡ് ബാത്തും ഒക്കെ ചെയ്യണതാണ്. അതൊരു ഭയങ്കര അതിശയകരമാണ്. ഈ 30-40 പക്ഷികളൊക്കെ കിടന്ന് മഡ് ബാത്ത് ചെയ്യുക, ചിറകൊക്കെ ഇട്ട് അടിച്ച് തൂവലൊക്കെ ഇട്ട് അടിച്ചിട്ട് അവിടെ ആകെ പൊടി മയമായിരിക്കും. പിന്നെ പക്ഷികളുടെ കണ്ണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മിക്കവാറും സ്പെസീസ് പക്ഷികൾക്ക് കണ്ണുകള് മുഖത്തിന്റെ വശങ്ങളിലാണ്, മുഖത്തിന്റെ ഫ്രണ്ടിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ഈ നമ്മളുടെയൊക്കെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതിന് ബൈനോക്കുലർ വിഷൻ എന്ന് പറയും. 2 കൊണ്ടാ കാണുക. അപ്പൊ പക്ഷികൾക്ക് ബൈനോക്കുലർ വിഷൻ ഇല്ല, കണ്ണ് രണ്ടും ഓരോ സൈഡിലാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഓരോ കണ്ണുകളും വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ടാണ് പക്ഷികൾ ഉപയോഗിക്കുക. ഒരു കണ്ണുകൊണ്ട് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഉപയോഗിക്കും, ഒരു കണ്ണുകൊണ്ട് അടുക്കയുള്ള എന്താ പറയാ എര അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഉപയോഗിക്കും. നമ്മളൊരു കടപ്പുറത്തോ അല്ലെങ്കിൽ വലിയൊരു പാടത്തോ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചെറിയ പക്ഷികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മുഖം ഒരു സൈഡിലേക്ക് ചരിച്ച് ആകാശത്തേക്ക് നോക്കിയിട്ട് വല്ല ഇരപടിയൻ പക്ഷികളോ പരുന്തുകളോ എന്തെങ്കിലും നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൂടെ നോക്കിക്കൊണ്ടിരിക്കണതാണ്. എല്ലാ പക്ഷികളും ഒരുമിച്ച് നോക്കണ്ട, ഒരു പക്ഷി കണ്ടാൽ തന്നെ അതൊരു അലാം കോൾ ഉണ്ടാക്കിയിട്ട് ബാക്കി പക്ഷികളെ അലേർട്ട് ചെയ്യും.
മൂങ്ങയുടെ കണ്ണുകൾ ഫ്രണ്ടിലാണ്. അതിന് ബൈനോക്കുലർ വിഷൻ ഉണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ണുകളൊന്നും, അതിന് ഐബോൾസ് ഇല്ല. അപ്പൊ അതിന്റെ കണ്ണുകൾ ഫിക്സഡ് ആയിട്ടൊരു സോക്കറ്റിലാണ്. അതുകൊണ്ട് തല വശങ്ങളിൽ നമ്മുടെ മാതിരി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല. തല ചെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മാത്രമേ അതിനാരെങ്കിലും അടുത്തേക്ക് വരുന്നുണ്ടോ, ആ വരണേന്റെ ഡിസ്റ്റൻസ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളൊരു മൂങ്ങ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു നോക്കിയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ പല പെരുമാറ്റ രീതികളുണ്ട് പക്ഷികൾക്ക്. നിങ്ങളൊരു വെറ്റ്ലാൻഡ്, വെള്ളക്കെട്ടിലൊക്കെ നിൽക്കുന്ന പക്ഷികളെ പോയി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പക്ഷികൾ ഒറ്റക്കാലിൽ നിൽക്കണതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് പക്ഷികൾ ഇങ്ങനെ തണുപ്പുള്ള ഒരു ഹാബിറ്റാറ്റിൽ നിൽക്കുമ്പോ ഈ പക്ഷികളുടെ മെയിൻ ബോഡി തണുക്കില്ല. കാരണം എന്താ വെച്ചാൽ തൂവലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇൻസുലേഷൻ ഉണ്ട്. പക്ഷെ ഈ തൂവലൊന്നും ഇല്ലാത്ത കാലില് തണുപ്പ് അഫക്റ്റ് ചെയ്യും. അത് ഇരിക്കാൻ വേണ്ടി അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്താ ചോദിച്ചാൽ ഒരു കാല് മടക്കിയിട്ട് അതിന്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ആ കാല് കുത്തിയിട്ട് മറ്റേ കാല് മടക്കിയിട്ട് ശരീരത്തിനോട് ചേർത്ത് പിടിക്കും. അങ്ങനെ കാലിൽ തണുപ്പടിക്കാണ്ട് നോക്കും പക്ഷികൾ. പിന്നെ അതുപോലെ തന്നെ പക്ഷികൾക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ബോഡി ഹീറ്റ് കളയാനായിട്ട് പക്ഷികള് വായ പൊളിച്ചു നിൽക്കും. ആ സമയത്ത് തൊണ്ട ഇങ്ങനെ ഗ്രോന്നാക്കി കഴിഞ്ഞിട്ട് എന്നത് ഗുലാർ ഫ്ലട്ടറിംഗ് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ പക്ഷികളുടെ പെരുമാറ്റ രീതികളും വളരെ വൈവിധ്യം നിറഞ്ഞാണ്. അത് നമുക്ക് നോക്കി ആസ്വദിക്കാനൊക്കെ ഉണ്ട്. ഓരോ പക്ഷികളും എന്താ ചെയ്യണേ എന്ന് നോക്കിക്കഴിഞ്ഞാല്, കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷി എന്താ ചെയ്യാൻ പോണേ, ഇപ്പൊ പറക്കുവോ, അവിടെ തന്നെ നിൽക്കുവോ, അതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ബിഹേവിയറിൽ നിന്ന്. പിന്നെ പക്ഷി നിരീക്ഷണം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പക്ഷി നിരീക്ഷണം നമ്മളെ ഒരുപാട് ക്ഷമ പഠിപ്പിക്കും. കാരണം നമ്മളൊരു പക്ഷിയെ കാണണം എന്നൊക്കെ വിചാരിച്ച ഒരു പർട്ടിക്കുലർ പക്ഷിയെ കാണണം എന്നൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഞാൻ അങ്ങനെ എളുപ്പത്തിലൊന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ ഈ പക്ഷി നമ്മളെ കാണാണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് എപ്പോഴും പക്ഷിയെ കുറിച്ച് പഠിക്കാനൊക്കെ നല്ലത്. അപ്പൊ അതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു പക്ഷി ചിലപ്പോ ഒരു 8:30 മണിക്കാണ് യൂഷ്വലായിട്ട് വരിക, അങ്ങനത്തെ ചില ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോ അതിനു വേണ്ടി നമ്മൾ അനങ്ങാണ്ട് നോക്കി നിൽക്കണം. അതുപോലെ പക്ഷികൾ നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ പക്ഷികൾ കൂടുതൽ അടുക്കലേക്ക് വരും. എന്ന് മാത്രമല്ല പലപ്പോഴും പക്ഷികൾ ഇപ്പൊ ഒരു കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൂരേന്ന് പക്ഷികൾ നിങ്ങളെ ശ്രദ്ധിക്കാണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരും. അപ്പൊ അതിന്റെ ബിഹേവിയർ നമുക്ക് പഠിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ നമ്മൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഏത് പ്രവർത്തനവും നമുക്ക് ഒരുപാട് സന്തോഷം വർദ്ധിപ്പിക്കും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പക്ഷി നിരീക്ഷണം, ഈവൻ പക്ഷി നിരീക്ഷണത്തെ വിഷാദ രോഗങ്ങളെ മറികടക്കാൻ പോലും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ തന്നെ, ബേർഡ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ വായിക്കാൻ വളരെ രസമാണ്. എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു മരുന്നൊന്നും കഴിക്കാണ്ട് ഇങ്ങനത്തെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ഒരു എന്താ പറയാ വിഷാദത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൂഡ് ഇല്ലാത്ത സമയത്തെയോ ഒക്കെ മറികടക്കാൻ പറ്റും എന്നുള്ളത് വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് പ്രായത്തിലും തുടങ്ങാം. ചിലവര് കുട്ടിക്കാലം തൊട്ട് പക്ഷി നിരീക്ഷണം നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. എത്രയോ ദശകങ്ങളായിട്ട് പക്ഷി നിരീക്ഷണം നടത്തുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ 60 വയസ്സ് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റിന് ശേഷമാണ് ഞാനൊക്കെ പക്ഷി നിരീക്ഷണ രംഗത്തേക്ക് ഇറങ്ങി. വളരെ സന്ദർഭവശാൽ ആകസ്മികമായിട്ട് ഇറങ്ങാനിടയായതാണ്.
അപ്പോൾ ഏത് പ്രായത്തിലും നിങ്ങൾക്ക് പക്ഷി നിരീക്ഷണത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. മാത്രമല്ല ഈ പക്ഷി നിരീക്ഷണം എനിക്ക് ഒരുപാട് സോഷ്യൽ റെക്കഗ്നിഷൻ, അങ്ങനത്തെ പല ബഹുമതികളും എനിക്ക് നേടിത്തന്നിട്ടുണ്ട് പക്ഷി നിരീക്ഷണം. പിന്നെ ഈ പക്ഷി നിരീക്ഷണത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പക്ഷികളെ കാണുന്നു, ആ സമയത്ത് പക്ഷികൾ എന്താ ചെയ്യണേ, നിങ്ങൾ എവിടെയാ പക്ഷികളെ കണ്ടേ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പിന്നെയും കാര്യങ്ങൾ ഓർത്തെടുക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ പക്ഷികളുടെ. അതൊക്കെ പണ്ടൊക്കെ ഇത് പേനയും നോട്ട്ബുക്കും കൊണ്ടുപോയിട്ട് നോക്കി എഴുതുകയായിരുന്നു. ഇപ്പോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഈ നമ്മള് കയ്യിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ റെക്കോർഡാണ്. നമുക്ക് അതുകൊണ്ട് നമുക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. നമ്മൾ കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ആ ഒരു അറിവ് നമുക്ക് അതുകൊണ്ട് വേറെ ആൾക്കാർക്കോ സൊസൈറ്റിക്കോ ഒന്നും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, നമ്മളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിനും കൂടിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം. എന്താ പറയാ, ഇപ്പൊ ഒരു ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച എന്ന് പറയൂലോ. നമ്മൾ നമ്മളുടെ മോക്ഷത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ബെനിഫിറ്റിനായിട്ടുള്ള ചെയ്യണ കാര്യങ്ങൾ കൊണ്ട് ലോകത്തിനും കൂടി എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. അപ്പൊ ഈ കാര്യം നടക്കണമെങ്കിൽ നമ്മളുടെ ഓരോ ഒബ്സർവേഷൻസും നമ്മളൊരു ഡാറ്റാബേസിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോ ഇന്റർനെറ്റിന്റെ ഒക്കെ കാലമാണ്, സ്മാർട്ട് ഫോണിന്റെ കാലമാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരു ഡാറ്റാബേസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതുകൊണ്ട് ഒരു സൊസൈറ്റി ആസ് എ ലാർജ്, സമൂഹത്തിന് അത് പഠിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഓരോരുത്തരും നമ്മളുടെ ഒരു എക്സ്പോഷർ അനുസരിച്ചിട്ട് പറയും. ഞാൻ പറയും മൈനയാണ് കൂടുതൽ കാണുകയെന്ന്. വേറെ ചിലവർ പറയും കാക്കയാണ് ഏറ്റവും കൂടുതൽ കാണുകയെന്ന് പറയും. ചിലവര് പറയും ചിന്നക്കുട്ടൂറനാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയും. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന പക്ഷി ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോ പക്ഷി നിരീക്ഷകരും അവരുടെ ഡെയിലി ഒബ്സർവേഷൻസ് ഒരു ഡാറ്റാബേസിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെബ്സൈറ്റ് ഒരു കണക്കിലാക്കിയിട്ട് പറയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഇതാണ്. ആൾക്കാർ നോക്കുമ്പോൾ ഇത്ര ശതമാനം ഒബ്സർവേഷൻസിലും ഈ പക്ഷി ഉണ്ട് എന്ന് പറയും. ഞാനൊരു ലളിതമായിട്ടുള്ള ഉദാഹരണമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോ ഈ പ്രാക്ടീസിനെ സിറ്റിസൺ സയൻസ് എന്നാണ് പറയുക. ഇപ്പൊ ഈ ശരിക്കുള്ള സയന്റിസ്റ്റ് ഒന്നും എല്ലാ ഭാഗത്തും പോയിട്ട് എല്ലാം പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത് സിറ്റിസൺസ് സയൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സയന്റിഫിക് ഡാറ്റയാണ്. അപ്പൊ എന്താ പറയാ, ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് റിസർച്ചിലുള്ള സാധാരണ ആൾക്കാരുടെ കൊളാബറേഷൻ, അത് എങ്ങനെ സയന്റിഫിക് റിസർച്ചിനെ, സയന്റിഫിക് നോളജിനെ പരിപോഷിപ്പിക്കും, അതിനുവേണ്ടി ഉപയോഗിക്കും, അതാണ് സിറ്റിസൺ സയൻസ് അല്ലെങ്കിൽ പൗരശാസ്ത്രം എന്ന് പറയും. അപ്പോ ഇതൊക്കെ ഞങ്ങളെ പോലെയുള്ള പക്ഷി നിരീക്ഷകരൊക്കെ ഇതിനെ ഒരു ഇബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. ഇതിപ്പോ ഇബേർഡ് വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ഇന്റർനെറ്റില് ലാപ്ടോപ്പിൽ എടുക്കാം, അല്ലെങ്കിൽ ഇബേർഡ് ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്ന ഒരു ഫ്രീ ആപ്പാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എവിടെയാ നിൽക്കണേ ആ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരം നടന്നു, ഏത് വഴിക്കൊക്കെ നടന്നേ, അതിന്റെ മാപ്പ് വരെ ഇട്ട് തരും അത്.
അപ്പോ ഇത് ഒരു സിറ്റിസൺ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഡാറ്റാബേസിലേക്ക് പോകല് മാത്രമല്ല, നമ്മളുടെ ഒരു പേഴ്സണൽ ബേർഡിങ് ഡയറി മാതിരി കൂടിയാണ്. നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ തന്നെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ പക്ഷികളെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളുടെ പേഴ്സണൽ ഡാറ്റ നമുക്ക് എപ്പോ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ ബേർഡ് എന്നൊക്കെ പറയണ പോലത്തെയുള്ള പക്ഷികൾ, അതുപോലെ തന്നെ എല്ലാ ഇങ്ങനത്തെ അനിമൽസിന്റെയും ഒക്കെ ഒരു ഡാറ്റ ബേസ് ഉണ്ടാക്കണ ഒരു വെബ്സൈറ്റ് ആണ് ഐനാച്ചുറലിസ്റ്റ്. അപ്പോ ഇങ്ങനത്തെ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അത് വളരെ സയന്റിഫിക് റിസർച്ചിനും ഒരു സയന്റിഫിക് നോളജ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ചെലന്തി കേരളത്തിൽ ഇപ്പൊ കളമശ്ശേരി HMT എസ്റ്റേറ്റിൽ ഏതാണ്ട് 50 ഡിഫറെന്റ് സ്പീസീസ് ഓഫ് ചെലന്തികളുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ അവിടെ പക്ഷിയെ നോക്കാൻ പോകുമ്പോ അവിടെ ഒരു ചെലന്തിക്കാരൻ ഉണ്ടാവും നോക്കണത്. അയാള് ചെലന്തിയിലാണ് അയാളുടെ ഇൻട്രസ്റ്റ്. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ചെലന്തികളൊക്കെ അവിടെ ഉണ്ടെന്ന് എപ്പോഴും എന്നും ഒരു സയന്റിസ്റ്റിന് അവിടെ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ സിറ്റിസൺ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സ്റ്റോർ ഹൗസ് ആണ്. പക്ഷികളുടെ കാര്യത്തിലായാലും ഇറ്റ്സ് സ്റ്റോർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ബേർഡ് സയൻസ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ കൊളാക്ട് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള, അങ്ങനെയാണ് ഈ കേരള ബേർഡ് അറ്റ്ലസ് എന്നൊക്കെ പോലെയുള്ള പക്ഷികളുടെ കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ്. ഇങ്ങനത്തെ ഈ സിറ്റിസൺ സയൻസ് കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ നമ്മൾ എത്ര പക്ഷികളെ നമ്മളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു ഇൻസിഡന്റലി പറയാണ്, കേരളത്തിനകത്ത് നിന്ന് 400 സ്പീസീസിനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 50 പേരൊക്കെ അത്രയും പക്ഷികളെ കണ്ടിട്ടുണ്ടാവും. ഞാനൊന്നും അത്രയും കണ്ടു. ഞാനൊരു 365 366 പക്ഷികളെ കേരളത്തിനകത്ത് കണ്ടിട്ടുള്ളൂ, സ്പീസീസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബേർഡ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഇതുവരെ 560 പക്ഷികളെ കേരളത്തിനകത്ത് കണ്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ബേർഡ് ഡാറ്റയാണ്. അല്ലെങ്കിൽ ഒരു കൊല്ലം 450 സ്പീസീസ് പക്ഷികളെ ഇവിടെ വരാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ ബേർഡിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പറയണത്. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര 8 10 കുറച്ച് പക്ഷികളുടെ പടം കൂടി കണ്ടാലോ, അല്ലെങ്കിൽ പിന്നെ സമയം ഉണ്ടാവോ? ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഈ ബ്രീഡിംഗ് പ്ലൂമേജ് നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര റാഡിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഈ രണ്ട് പ്ലൂമേജ് തമ്മിലെന്ന്. അതാണ് ആദ്യം കാണിക്കണത്. ഇപ്പൊ കാണാമോ നമുക്ക്? ഇന്ത്യൻ പോണ്ടറോൺ നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് കാണാൻ പറ്റുണ്ടോ? കാണാം സർ, കാണാം. ആ ഈ പക്ഷി ഇത് സാധാരണ കൊളക്കൊക്ക എന്നാണ് ഇതിന്റെ മലയാളം പേര്. ഇത് ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ ഇരിക്കുക. അതിന്റെ ഇപ്പോഴത്തെ സമയത്ത് ഏതാണ്ട് ഈ മാസം തൊട്ട് അത് ബ്രീഡിംഗ് പ്ലൂമേജ് ആയി തുടങ്ങി. ബ്രീഡിംഗ് പ്ലൂമേജിൽ അത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വ്യത്യാസം? കാണുന്നുണ്ടോ? കാണാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കാലിമുണ്ടി എന്ന് പറഞ്ഞൊരു പക്ഷി. സാധാരണ ഇത് ഇങ്ങനെ ഈ പോത്തിന്റെയും കാളയുടെയും പശുവിന്റെയും ഒക്കെ കൂടെ നടന്നിട്ട് അതിന്റെ മയത്തുള്ള ചെള്ളുകളെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പക്ഷിയാണ്. ഇങ്ങനെയാണ് അത് സാധാരണ സമയത്ത് ഇരിക്കുക. അപ്പോ അത് ഇപ്പൊ ബ്രീഡിംഗ് പ്ലൂമേജ് അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാറ്റിലഗ്രറ്റ്സും കാലിമുണ്ടികളും ഇപ്പൊ ഇങ്ങനെയാ കാണുക. മുമ്പ് ഒരു മാസം മുമ്പ് വരെ അതിനെ കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. മാറ്റട്ടെ? അപ്പൊ ഇതാണ് കുളക്കൊക്കെ സാധാരണ ഇങ്ങനെയായിരിക്കാം നോൺ ബ്രീഡിംഗ് പ്ലൂമേജില്. ബ്രീഡിംഗ് പ്ലൂമേജില് അത് ഇതുപോലെ മനോഹരിയായിരിക്കും.
കാറ്റിലഗ്രറ്റ് കാലിമുണ്ടി, അത് ബ്രീഡിംഗ് പ്ലൂമേജിൽ ഇതുപോലെ ആയിരിക്കും. ഇപ്പൊ ബ്രീഡിംഗ് പ്ലൂമേജ് ആയി കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ കാറ്റിലഗ്രറ്റും. പിന്നെ ഈ പക്ഷിയുടെ പേരാണ്, കടപ്പുറത്തൊക്കെ കാണുന്ന പക്ഷിയാണ് ബ്രൗൺ ഹെഡഡ് ഗൾ, സീഗിളാണിത്. തവിട്ട് തലയൻ കടൽക്കാക്ക എന്നാണ് ഇതിന്റെ മലയാളം പേര്. അപ്പൊ ഇതിന്റെ തല പക്ഷെ ബ്രീഡിംഗ് പ്ലൂമേജിലെ ഇതിന്റെ തല തവിടാവുള്ളൂ, അല്ലാത്ത സമയത്ത് ഇതിന്റെ തല വെളുത്തായിരിക്കുക. ഈ പക്ഷി ഇതിപ്പോ നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് ആണ്. ഇത് കണ്ടോ, ഇത് തല ഇങ്ങനെ തവിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് തവിട്ടും ബാക്കി സ്ഥലത്ത് വെള്ളയും കൂടിയായിട്ടിരിക്കുക. ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലാണ് ഇതിപ്പോ, അക്വയറിംഗ് ബ്രീഡിംഗ് പ്ലൂമേജ്. അത് തല തവിട്ട് ആയി കഴിഞ്ഞ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പൊ ഇത്രയും ഒരു വ്യത്യാസമാണിത്. ഈ പക്ഷിയുടെ പേര് ലിറ്റിൽ റിംഗ്ഡ് പ്ലോവർ, ആറ്റുമണൽ കോഴി എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. സാധാരണ നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്, റെസിഡന്റ് ബേർഡ് തന്നെയാണ്. ഈ പക്ഷിയുടെ നോൺ ബ്രീഡിംഗ് പ്ലൂമേജ് ആണ് ഈ കാണുന്നത്. ബ്രീഡിംഗ് പ്ലൂമേജിൽ അത് ഇങ്ങനെയാവും. എന്തൊരു റാഡിക്കൽ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ പക്ഷിയെ കാണാനുണ്ടോ നിങ്ങൾക്കിപ്പോ? ഹലോ, കാണാം സാർ. ഈ പക്ഷിയുടെ പേര് ഇംഗ്ലീഷ് പേര് ഇന്ത്യൻ പിത്ത എന്നാണ്, മലയാളത്തിൽ കാവി എന്ന് പറയും. ഹിന്ദിയിൽ ഇതിന്റെ പേര് നവരംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 9 നിറങ്ങളുണ്ട് ഈ പക്ഷിയിൽ. നിങ്ങൾക്ക് എണ്ണി നോക്കാം, 9 മുഴുവൻ എണ്ണാൻ പറ്റുമോന്ന് അറിയില്ല ഈ സൈഡ് വ്യൂവില്. അപ്പൊ കേരളത്തില് അതൊരു മൈഗ്രേറ്ററി ബേർഡാണ്, ദേശാടന പക്ഷികളാണ്. കേരളത്തില് കാണപ്പെടുന്ന പക്ഷികളില് ഏറ്റവും മനോഹരിയായിട്ടുള്ള, ഏറ്റവും സുന്ദരമായിട്ടുള്ള പക്ഷിയാണ് ഈ ഇന്ത്യൻ പിത്ത എന്ന് പറയുന്നത്. പിന്നെ കണ്ടു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതൊരു അടിക്കാടിലൊക്കെ നടന്നിട്ട് നിലത്ത് കിടക്കണ പുഴുക്കളെയൊക്കെ പിടിച്ച് തിന്നുന്ന ഒരു പക്ഷിയാണ്. ഇപ്പൊ തിരിച്ചു പോയി കഴിഞ്ഞു. അത് ഒരു 3-4 ആഴ്ച മുമ്പ് വരെ ഇത് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് അപ്പൊ ഇന്ത്യൻ പിത്ത. അടുത്ത പക്ഷി ഇത്, ഹലോ കേക്കാമോ? ഹലോ, ഇതാണ് ഇന്ത്യൻ റോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയാണ്. ഇത് മലയാളത്തില് പനങ്കാക്ക എന്ന് പറയും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കർണാടകയുടെയും തെലുങ്കാനയുടെയും ഒറീസയുടെയും ദേശീയ പക്ഷിയാണ് ഈ പക്ഷി. കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ എണചേരണ കാലത്തൊക്കെ എണയെ ആകർഷിക്കാനായിട്ടുള്ള ഇതിന്റെ പറക്കലൊക്കെ വളരെ പ്രസിദ്ധമാണ്. പനങ്കാക്ക, ഇന്ത്യൻ റോളർ. ഇതാണ് മരതകപ്രാവ്, എംറാൾഡ് ഡവ് എന്ന് പറയും. ഇത് തമിഴ്നാടിന്റെ ദേശീയ പക്ഷിയാണ്. ചാലക്കുടിയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണിത്. കാണാൻ വളരെ ഇതാണ്, പക്ഷെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര ഷൈ ആയിട്ടുള്ള പക്ഷിയാണിത്. ഹലോ, കണ്ടാലേ കുണുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയായിരുന്നു. എന്താണ്? കണ്ടാലേ അത് കുണുങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയായിരുന്നു. ശരി. ഇതാണ് വെള്ളിമൂങ്ങ, കോമൺ ബാളോൾ എന്ന് പറയും. എന്റെ വീട്ടിലെ ജാതിയിൽ വന്നിരുന്നപ്പോ എടുത്ത പക്ഷിയാണ്, ഫോട്ടോ ആണിത്. വളരെ എന്തൊക്കെയോ ഭയങ്കര മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഇതിനെ പിടിച്ചു കൊടുത്താല് 30,000-40,000 രൂപ കിട്ടുന്നൊക്കെ പറയണു. ഈ മൂങ്ങകളെ കൊണ്ടുള്ള ഒരു പ്രയോജനം ഞാൻ മുമ്പ് പറഞ്ഞു തുടങ്ങിയപ്പോ, അല്ലാണ്ട് തന്നെ നമ്മളുടെ വീട്ടിലെ പറമ്പിലൊക്കെ ഉള്ള മൂങ്ങകളൊക്കെ തന്നെ ഒരു ദിവസം 2 തൊട്ട് 7 വരെ എലികളെ പിടിച്ചു തിന്നെന്നാണ് പറയണത്. മൂങ്ങകളെ കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു പക്ഷിയാണ് മൂങ്ങ. ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മൂങ്ങയാണ് വെള്ളിമൂങ്ങ. ഇതാണ് ഇന്ത്യൻ ഹൂപ്പോ, യൂറേഷ്യൻ ഹൂപ്പോ എന്നൊക്കെ പറയും. ഉപ്പൂപ്പൻ എന്നാണ് മലയാളം പേര്. ഇവിടുത്തെ റെസിഡന്റ് ബേർഡ് തന്നെയാണ്, പക്ഷെ അത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് ഈ പക്ഷി.
കാണാൻ നല്ല ഭംഗിയാ, കണ്ടിട്ടില്ലേ? ഇത് ചിലപ്പോ എക്സൈറ്റഡ് ആവുമ്പോ ഇതിന്റെ തലയുടെ മുകളിലത്തെ ഭാഗം ആ തൂവലുകളൊക്കെ വിടർന്ന് വളരെ മനോഹരമായിട്ടിരിക്കും ഈ പക്ഷി. ഉപ്പൂപ്പൻ അഥവാ യൂറേഷ്യൻ ഹൂപ്പു. ഇത് നമ്മളുടെ മരംകൊത്തി. ഞാൻ പറഞ്ഞില്ലേ, മരംകൊത്തിയുടെ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ മെയിൻ ആയുധമാണ്. അത്രയും നീളമാണ് അതിന്റെ നാക്കിന്. അത് അതിന്റെ സ്കള്ളിന് ചുറ്റും ചുറ്റി വെച്ചിട്ടാണ് അത് നോർമൽ സമയത്ത് അതിന്റെ നാക്ക്. അപ്പൊ ഇത് ഓട്ടയൊക്കെ മറ്റേ അതിന്റെ കൊക്ക് കൊണ്ട്, ബില്ല് കൊണ്ട്, ബീക്ക് കൊണ്ട് ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അതിന്റെ നാക്കിടും, നീളമുള്ള നാക്ക്. എന്നിട്ട് ഈ നാക്കിന്റെ ചുറ്റും ഒരു ബാർബിഡ്, എന്താ പറയാ, മുള്ളുകൾ പോലെയുള്ള സാധനമാണ്. അത് അകത്തേക്ക് കയറും, തിരിച്ചെടുക്കുമ്പോ അതിൽ തടഞ്ഞിട്ട് ചെറിയ ജീവികള്, പുഴുക്കള് ഒക്കെ പുറത്തേക്ക് വരും. എന്നിട്ട് അതിനെ പിടിച്ചു തിന്നും. ഇതൊരു പഴുതാര പോലെ എന്തോ ഒരു പക്ഷിയെ ഇതിന്റെ ഓട്ടയിൽ നിന്ന് എടുത്ത് പിടിച്ച് തിന്നുന്ന ഒരു ഫോട്ടോ ആണത്, മരംകൊത്തി. കേരളത്തില് ഒരു 10ഓളം തരത്തിലുള്ള മരംകൊത്തികളുണ്ട്. സാധാരണ ഇപ്പൊ എടപ്പള്ളിയിൽ എന്റെ വീട്ടിലൊക്കെ 2 തരത്തിലുള്ള മരംകൊത്തികളെ കാണുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കൂടുതലും കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, HMT കളമശ്ശേരിയുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ 3-4 തരത്തിലുള്ള മരംകൊത്തികളുണ്ട്. കേരളത്തിൽ 10-ൽ കൂടുതൽ മരംകൊത്തികളുണ്ട്. ഇതാണ് വേറൊരു ചെമ്പൻ നത്ത് എന്ന് പറയും. ഓലറ്റ് ആണത്, ഓലറ്റ്. നത്തിന്റെ അല്ല, മൂങ്ങയുടെ ഒരു ചെറിയ വകഭേദമാണ് ഇത്. വളരെ കോമൺ ആണ്. എന്റെ വീട്ടിൽ നിന്ന് എടുത്ത പടം തന്നെയാണ് അത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേർഡാണ് ഇത്. ഇതും രാത്രി നിലത്ത് എലികളെയൊക്കെ പിടിച്ചു തിന്നുന്ന ഒരു പക്ഷി തന്നെയാണ് ഇത്. ഞാൻ മുമ്പ് ഈ ഡസ്റ്റ് ബാത്ത്, സാൻഡ് ബാത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ഈ കളമശ്ശേരി കാട്ടിലെ ഗ്രീൻ ബീ ഈറ്റേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബീ ഈറ്റേഴ്സ് അത് ഒരുമിച്ച് മഡ് ബാത്ത് നടത്തുന്ന ഒരു ഫോട്ടോ എടുത്തതാണ്. അത് അങ്ങനെ പൊടി മുഴുവൻ ഇത്രയും എണ്ണമുള്ളവരാണ്. 10-30 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഈ സൈഡിലേക്കൊക്കെ ഉണ്ട്. അത്രയും പൊടി പടലങ്ങൾ പറത്തിക്കൊണ്ട് വളരെ മനോഹരമായ, അതിശയകരമായ രീതിയിൽ പൊടിയിൽ കിടന്ന് ഉരുളണുണ്ടോ നിങ്ങക്ക്? കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ, കേൾക്കാം. ഇതാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ സിഗ്നേച്ചർ ബേർഡ് എന്ന് പറയുന്ന പക്ഷിയാണിത്. ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്. ഒരു കാലത്ത് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പോയ പക്ഷിയാണ്. പിന്നെ സലീമാലിയൊക്കെ ഏതാണ്ട് ഗുജറാത്തിൽ നിന്ന് തന്നെ പശ്ചിമ പർവ്വത നിരകളിലൂടെ ആൾക്കാരെ അയച്ചു ഇത് ഉണ്ടോന്ന് കണ്ടുപിടിച്ച് വരാനായിട്ട്. അവസാനം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ചെറിയ റീഹാബിലിറ്റേഷൻ ഒക്കെ നടന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാ. ഒരു ഗൈഡ് വന്ന് നമ്മളെ വിളിച്ച് ഇതിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാലും നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ കണ്ടില്ല, അതിന്റെ പിന്നിലുള്ള ഇലകളുടെ ഒക്കെ കളറിലാണിത്. ഇതിന്റെ പെൺപക്ഷിയാണ് വലുത്, ആൺപക്ഷി ചെറുതാണ്. അതാണ് സിഗ്നേച്ചർ ബേർഡ് ഓഫ് തട്ടേക്കാട്. ഇപ്പൊ ഇടമലയാറൊക്കെ സർവേക്കൊക്കെ പോയപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാലും കാട്ടിനകത്തെ ഇതുവരെ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതാണ് കാലൻകോഴി, മോട്ടിൽഡ് വുഡോൾ എന്ന് പറയും. ഇത് കോടനാട് അഭയാരണ്യത്തിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. അത് എലിയെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. നമ്മളൊക്കെ ഒരു പേടിപ്പെടുത്തണ ഒച്ചയാണ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷിയില്ലേ, അതാണിത്, കാലൻകോഴി. ഇതാണ് പെയിന്റഡ് സ്റ്റോർക്ക്, അഥവാ അതിന്റെ മലയാളം പേര് വർണ്ണക്കൊക്ക് എന്നാണ്. ഇത് കണ്ടാല് ഇതിന്റെ മുട്ട് മുമ്പിലേക്ക് മടക്കിയിരിക്കണ മാതിരി തോന്നുന്ന വെച്ച് കഴിഞ്ഞാലും ഇത് മടക്കിയിരിക്കണ വശം, ആക്ച്വലി ആ മടക്കിയിരിക്കണ ആ സ്പോട്ട് അത് അതിന്റെ ആങ്കിളാണ്. ഈ പക്ഷികളുടെയൊക്കെ മുട്ട എന്ന് പറയുന്നത്, ഇങ്ങനത്തെ പക്ഷികളുടെ പ്രത്യേകിച്ചും അതിന്റെ ബോഡിയുടെ അകത്താണ് അതിന്റെ മുട്ട. കാണാൻ നല്ല അത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഇത്, വർണ്ണക്കൊക്ക്. സ്നൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി പക്ഷികളുണ്ട്. വളരെ നീണ്ട ബീക്കാണ് ഇതിന്. ഈ ബീക്ക് ചെളിയിൽ താത്തി ചെളിയുടെ അതിന്റെ അകത്തുള്ള ചെറിയ സൂക്ഷ്മ ജീവികളെയൊക്കെ തിന്നുന്ന ഒരു പക്ഷിയാണിത്. ഇതാണ് വാനമ്പാടിയാണിത്.
കൊമ്പൻ വാനമ്പാടി എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് മലബാർ ലാർക്ക്. ഈ വാനമ്പാടി പക്ഷികളൊക്കെ നമുക്കറിയാം വളരെ നന്നായിട്ട് പാട്ട് പാടുന്ന പക്ഷികളാണ്. ഞാൻ പിന്നെ അതിന്റെ സൗണ്ടും കൂടി എടുത്ത് അതിനുള്ള സമയമൊക്കെ കഷ്ടിയായതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ചില പ്രസന്റേഷനിൽ ഞാൻ ഇതിന്റെ പാട്ടുകളും കൂടി കേൾപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മലബാർ ലാർക്ക് അഥവാ കൊമ്പൻ വാനമ്പാടി. ഇതാണ് ഷിക്ര. ഇത് മറ്റേ ചെറിയ കോഴിയെ അതുപോലത്തെ ഉള്ള ചെറിയ പക്ഷികളെ, പ്രാവ്, മൈന, ഇതിനെയൊക്കെ പിടിച്ചു തിന്നുന്ന ഒരു പക്ഷിയാണ്. അങ്ങനത്തെ ഇരപിടിയൻ പക്ഷികൾക്ക്, റാപ്റ്റേഴ്സിന് വളരെ നീളമുള്ള ഒരു കാലുകളാണല്ലോ ടാലൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക, കണ്ടില്ലേ? ചിറക് വിടർത്തി സ്ട്രെച്ച് ചെയ്ത് ഒരു കാലിൽ കുത്തി നിന്ന് മറ്റേ കാലം താളിലേക്കും മുകളിലേക്കും ആക്കിക്കൊണ്ടായിരിക്കണേ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മറ്റേ കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് മറ്റേ കാലിനും അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുത്തു. ഇതിപ്പോ ഇന്ത്യയിലെ തന്നെ വളരെ ചെറിയ ായിട്ട് പറയുന്ന പക്ഷികളാണ് ഇത്. പെയിൽ ബിൽഡ് ഫ്ലവർ പക്കർ. ഇതല്ല, ആ ചെറിയൊരു ചെറി ഫ്രൂട്ടാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് അറിയാൻ പറ്റൂലോ. അത് മുഴുവനായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ചെങ്കൊക്കൻ ഇത്തിക്കണ്ണിക്കുരുവി എന്നാണ് ഇതിന്റെ പേര്. പെയിൽ ബിൽഡ് ഫ്ലവർ പക്കർ. ഇതിങ്ങനെ ഈ സ്ക്വീസ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല, അല്ലാണ്ട് ഇത് വിഴുങ്ങാൻ പറ്റില്ല. ചെറിയ പഴമാണ്, എന്താ പറയാ, ചെറി എന്ന് പറയുന്ന ഒരു സിംഗപ്പൂർ ചെറി എന്നൊക്കെ പറയുന്ന പക്ഷമാണ്. പക്ഷെ എന്നാലും അതിനത് കഴിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ മലയാളത്തില് ചിന്നക്കുട്ടുറു എന്ന് പറയും, വൈറ്റ് ചീക്ഡ് ബാർബറ്റ് എന്ന് പറയും ഇംഗ്ലീഷില്. ഇത് പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഒരു പക്ഷിയാണ്. കേരളത്തിലെ ഏതാണ്ട് ഒരു 15ഓളം സ്പെസീസ് ഓഫ് ബേർഡ്സ് ഈ വെസ്റ്റേൺ ഗാട്സ് സ്റ്റേറ്റ്സിൽ മാത്രമേ ഉള്ളൂ, വെസ്റ്റേൺ ഗാട്സിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പക്ഷിയാണ് ഇത്. പക്ഷെ നമ്മളുടെ അവിടെ വളരെ സാധാരണയായിട്ടുള്ള ഒരു പക്ഷിയാണ് ഇത്. ഇങ്ങനത്തെ തുളച്ചിട്ടാണ് അത് കൂടുണ്ടാക്കുക. അല്ലാണ്ട് കൂടുണ്ടാക്കാൻ മാത്രമല്ല, അതിനകത്തുള്ള ചെറിയ ജീവികളെ, പുഴുക്കളെ ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വൈച്ചി അതിന്റെ ഒച്ച അങ്ങനെ കുട്രു കുട്രു, അങ്ങനെയാണ് അതിന് ചിന്നക്കുട്രു എന്ന പേരുണ്ടായത്. ഇതൊരു മഞ്ഞക്കണ്ണി തിത്തിരി, യെല്ലോ വാറ്റിൽഡ് ലാപ്വിങ്. അപ്പോ ഇതിന്റെ ചുമന്നതുണ്ട്. റെഡ് വാറ്റിൽഡ് ലാപ്വിങ്ങിനെ നിങ്ങൾ കൂടുതലായിട്ട് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ തിത്തിരി പക്ഷി എന്ന് പറയുന്നത് അങ്ങനെയാണ്. റെഡ് വാറ്റിൽഡ് ഉണ്ട്, ചെങ്കൊക്കൻ തിത്തിരി, ഇത് മഞ്ഞക്കണ്ണി തിത്തിരി. ചെങ്കണ്ണി തിത്തിരി, മഞ്ഞക്കണ്ണി തിത്തിരി. മഞ്ഞക്കണ്ണി തിത്തിരിയാണ് ഇത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചില പക്ഷികളൊക്കെ ഈ കാലില് തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാല് പൊക്കിയിട്ട് ശരീരത്തിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ആ കാലില് തണുപ്പ് അടിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ആ കാല് താഴത്തേക്ക് കുത്തിയിട്ട് മറ്റേ കാൽ ഇതുപോലെ വലന്റെ ഇടയിലേക്ക് തിരികെ വെക്കും. അപ്പൊ ഇതൊരു കോമൺ ഗ്രീൻ ഷാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷിയാണ്. മൈഗ്രേറ്ററി ബേർഡാണ്. ഇപ്പൊ പോയി കഴിഞ്ഞു. ആ പക്ഷി ഇങ്ങനെ ഒറ്റ കാലിൽ നിൽക്കണത്, കാലില് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പടാണിത്. ഇതും ഒരു സാധാരണ വെള്ളപ്പൊക്കാണ്. അത് ബ്രീഡിംഗ് പ്ലുമേജിൽ എത്ര മനോഹരിയായിരിക്കണമെന്ന് നോക്കൂ. ഞാൻ നേരത്തെ കാറ്റലഗ്രറ്റ് കാണിച്ചില്ലേ? കാറ്റലഗ്രറ്റ് ബ്രീഡിംഗ് പ്ലുമേജിൽ മഞ്ഞയാണ് ആവുക. ഇതിന്റെ പേര് ഇന്റർമീഡിയറ്റ് അഗ്രറ്റ്, എന്താ പെരുമുണ്ടിന്നോ ആണ്. വളരെ എത്ര അതിന്റെ ബ്രീഡിംഗ് പ്ലുമേജിൽ എത്ര മനോഹരിയായിരിക്കണമെന്ന് കണ്ടോ. അത് ശരീരം മുഴുവൻ അങ്ങനെ താടിയും ഫ്രിൽസൊക്കെ വെച്ച് പൊപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിപ്പാണിത്. ഇത് ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, ചില പക്ഷികളൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കും. ബിക്കോസ് അതിന്റെ ശരീരത്തിലെ ചൂട് അതിന് വേർപ്പി കൂടി കളയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ അതുപോലെ ഇത് വായ പൊളിച്ച് നിൽക്കുന്ന ഒരു പടമാണ്. ഇത്
ഒരു കാണാൻ തല കറുപ്പ് കണ്ടാല് കഷണ്ടിക്കൊക്ക് എന്നാണ് ഇതിന്റെ പേര്, മലയാളം പേര് വിളിക്കുന്നത്. എന്നാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് ഇതിന്. അതൊരു ബ്രീഡിംഗ് പ്ലിമേജ് ആണ് അതിന്റെ തൂവലൊക്കെ നോക്കിക്കഴിഞ്ഞാല്. ഇതൊരു പാതിരാക്കൊക്ക് എന്ന് പറയും ഈ പക്ഷി. ഈ പക്ഷി സാധാരണഗതിയിൽ സന്ധ്യയ്ക്കും അതുപോലെ അതിരാവിലെയും ആക്റ്റീവ് ആവുന്ന ഒരു പക്ഷിയാണത്. ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ. അതിന്റെ ബ്രീഡിംഗ് പ്ലിമേജിന് തലയിൽ കണ്ടോ കുടുമ പോലെയൊക്കെ വരും. ബ്രീഡിംഗ് പ്ലിമേജിലുള്ള ഒരു പാതിരാക്കൊക്കിന്റെ പടമാണിത്. ഇതൊരു കുളക്കോഴിയൊക്കെ മാതിരിയുള്ള ഒരു പക്ഷിയാണ്. ചുവന്ന നെല്ലിക്കോഴി എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കണത്. ഇതിന്റെ ഇംഗ്ലീഷ് പേര് റുഡി ബ്രസ്റ്റഡ് ക്രേക്ക്. റുഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളറിന് റുഡി. പൊതുവെ പക്ഷിക്കാർക്കൊക്കെ ബേർഡിംഗ് ടെർമിനോളജിയിൽ ഇതിന് റുഡി എന്നാണ് ഈ കളറിന് പറയുക. റുഡി ബ്രസ്റ്റഡ് ക്രേക്ക്. ഇത് വളരെ ഒരു ഷൈ ആയിട്ടുള്ളൊരു ബേർഡാണ്. വേണമെങ്കിൽ സീക്രട്ടീവ് ബേർഡ് എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും നമ്മളുടെ മുമ്പിൽ പെടില്ല ഈ പക്ഷി. ഞാൻ എവിടെയോ ഒളിച്ചിരുന്നിട്ട് കടമക്കുടിയിൽ നിന്ന് എടുത്തൊരു പക്ഷിയാണിത്. അങ്ങനത്തെ ഈ വൈക്കോലല്ല, അങ്ങനത്തെ റീഡ്സ് പോലെയുള്ള ഒരു ഹാബിറ്റാറ്റിനകത്താണ് ഈ പക്ഷിയെ കാണാൻ പറ്റുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെ നീർത്തടത്തിലൊക്കെ വെറ്റ്ലാൻഡ് ബേർഡ്സ് ഒക്കെ, ചെറിയ പക്ഷികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഇങ്ങനെ തല ഒരു സൈഡിലേക്ക് തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കും. വേറെ റാപ്റ്റേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പടമാണിത്. അത്രേ ഉള്ളൂ. ഞാൻ പടങ്ങളൊക്കെ ഞാനങ്ങനെ 8:30 തൊട്ട് 9:30 വരെ എന്ന് പറഞ്ഞ കാരണം അതിനകത്ത് പൊള്ളിക്കണ മാതിരി ചെയ്തിട്ടുള്ളതാണ് ഈ ഫോട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്നോട്. സാറേ ഈ വിഷുപ്പക്ഷിയുടെ ഫോട്ടോ എടുത്തു. വിഷുപക്ഷിയുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. മലയാറ്റൂർ അടിവാരത്ത് വെച്ചിട്ട് പക്ഷെ കണ്ടിട്ടുണ്ട്. പിന്നെ കൊടകരയിലെ ആറേശ്വരം അവിടെ മലയുടെ സൈഡിൽ ഈ പക്ഷിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഇതൊക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള പക്ഷിയാണ്. നമ്മൾ ക്യാമറ എടുത്ത് പൊക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് മാറിക്കളയും. ഫോട്ടോ എടുത്തിട്ടില്ല. അത് എവിടുന്ന് വരുന്ന പക്ഷിയാ സാറേ? എവിടുന്ന് വരുന്നതാണ് അത്? റെസിഡന്റ് ആയിട്ടുള്ള പക്ഷി തന്നെയാണ്, വേറെ ദേശാടനമൊന്നും അല്ല. പൊതുവെ അത് ആ വിഷുവിന്റെ സമയത്താണ് നമ്മൾ അതിന്റെ പാട്ട് കൂടുതൽ കേൾക്കുക എന്നേ ഉള്ളൂ. ഒരു കുക്കു വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. കുക്കു വർഗത്തിൽപ്പെട്ട പക്ഷികളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? അതായത് ആ പക്ഷികള് വേറെ പക്ഷികളുടെ കൂട്ടിലാണ് മുട്ടയിടുക. എന്നിട്ട് ആ മറ്റേ പക്ഷിയാണ് അതിനെ വളർത്തുകയും ഒക്കെ ചെയ്യുക. അങ്ങനത്തെ പക്ഷികളാണ് കുക്കു. കുക്കു വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് വിഷുപക്ഷി അഥവാ ഇന്ത്യൻ കുക്കു. വളരെ വളരെ ദൂരെ നിന്ന് ഈ സൈബീരിയൻ കൊക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള പക്ഷികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടോ? ഏതാ സൈബീരിയൻ കൊക്ക്? സൈബീരിയൻ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൈബീരിയൻ പക്ഷികൾ വരുന്നുണ്ട്. ഈ സൈബീരിയൻ കൊക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു നാടൻ പ്രയോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് അങ്ങനത്തെ ഈവൻ വെള്ളക്കൊക്കുകളെയും അവർ സൈബീരിയൻ കൊക്ക് എന്ന് പറയും. അതൊരു വെറും ഒരു നാടൻ പ്രയോഗം മാത്രമാണ് സൈബീരിയൻ കൊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ അവിടുന്ന് വരുന്ന ചില ക്രെയിൻസ് ഒക്കെ ഉണ്ട്. കേരളത്തിൽ വരാറില്ല. അങ്ങനത്തെ ക്രെയിൻ ഒക്കെ പോലെയുള്ള പക്ഷികളുണ്ട്, സൈബീരിയൻ ക്രെയിൻ. കേരളത്തിൽ വെറും നാടനായിട്ട് പക്ഷികളെ പറയുന്ന ഒരു ഇതാണ് സൈബീരിയൻ കൊക്ക് എന്നൊക്കെ. ഹലോ
സാറേ നമ്മൾ ഈ മഞ്ഞക്കിളി എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് മഞ്ഞക്കിളി കാണാറില്ലേ അത്? മൂന്ന് തരത്തിലുള്ള മഞ്ഞക്കിളികളെ നമുക്ക് കേരളത്തിൽ കാണാം. മഞ്ഞക്കിളി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓറിയോൾ എന്നാണ് ആ ഫാമിലി. ഒന്ന് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ, അതിന് മലയാളത്തിൽ മഞ്ഞക്കറുപ്പൻ എന്ന് പറയും. അത് കേരളത്തിനകത്ത് തന്നെയുള്ള പക്ഷിയാണ്. മറ്റേ രണ്ട് മഞ്ഞക്കിളികളും കൂടി ഉള്ളത് ദേശാടന പക്ഷികളാണ്. അതൊരു ഒക്ടോബറിലൊക്കെ വന്നിട്ട് ഏപ്രിലൊക്കെ പോകും. ഒന്ന് ബ്ലാക്ക് നേപ്ഡ് ഓറിയോൾ എന്ന് പറയും. കണ്ണിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് തലയുടെ പിന്നിൽ കൂടി തിരിച്ച് മറ്റേ കണ്ണിലേക്ക് ഒരു കറുത്ത ബാൻഡ് ഉണ്ടാവും. അതിന് ബ്ലാക്ക് നേപ്ഡ് ഓറിയോൾ. എന്താ ചീന മഞ്ഞക്കിളി എന്നാണ് അതിനെ മലയാളത്തിൽ പറയാന്ന് തോന്നുന്നു. പിന്നെ ഫുൾ മഞ്ഞയായിട്ടൊരു മഞ്ഞക്കിളി ഉണ്ട്. അതിന് ഗോൾഡൻ ഓറിയോൾ എന്നാണ് അതിന്റെ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പേര്. മലയാളത്തിൽ അതിനെ വെറും മഞ്ഞക്കിളി എന്നാ പറയുന്നത്. അങ്ങനെ 3 ടൈപ്പ് മഞ്ഞക്കിളികളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുക. ഒരെണ്ണം ഇവിടുത്തെ റെസിഡന്റ് ബേർഡും മറ്റേ 2 ദേശാടന പക്ഷികളും. സാറേ, മഴക്കാലം ഇവരെങ്ങനെയാ അതിജീവിക്കുന്നത്? മഴക്കാലം അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഹലോ എന്റെ സ്ക്രീൻ പോയില്ല. മഴക്കാലം അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ വല്ല ഈ പക്ഷികളൊന്നും ഈ കൂടില്ലല്ലോ. പക്ഷികൾ അത് മുട്ടയിടാൻ വേണ്ടി മാത്രമാണ് പക്ഷികള് കൂട് കൂട്ടുക. അതർവൈസ് സാധാരണ ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ അധികം മേത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ പൊതുവെ കാലില് തണുപ്പടിക്കാതെ അവര് സംരക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. തണുപ്പ് അത്രയ്ക്ക് പ്രയാസമാവാറുണ്ടല്ലേ അവയ്ക്ക്? അല്ല, അത് ഇങ്ങനത്തെ പക്ഷികൾ, അത് വെള്ളത്തിൽ നിൽക്കുന്ന പക്ഷികൾക്കാണ്. നീർത്തടങ്ങളിലുള്ള പക്ഷികളുണ്ടല്ലോ, വെറ്റ്ലാൻഡ് ബേർഡ്സ്, അതിനാണ് അങ്ങനെ ഒരു പ്രശ്നം വരിക. അപ്പൊ അത് പൊതുവെ ഒരു തണുത്ത ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്ന പക്ഷിയാണല്ലോ, എപ്പോഴും വെള്ളത്തില്. അങ്ങനത്തെ പക്ഷികൾ, അങ്ങനത്തെ വലിയ പക്ഷികൾക്കാണ് അങ്ങനെ ഒരു കാല് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ടി വരിക. നമ്മളിവരെ ആകർഷിക്കാൻ ഇപ്പം വെള്ളം അങ്ങനെ എന്തെങ്കിലും നിരീക്ഷിക്കണമെങ്കിലേ സാർ അല്ല, പക്ഷികൾ പൊതുവെ വെള്ളം വെച്ചാൽ നല്ലതാണ് പക്ഷികൾക്ക്. പക്ഷെ എനിക്ക് തീറ്റ കൊടുക്കണതിനോട് വലിയ അഭിപ്രായമില്ല. അത് സ്വയം ഇര തേടാനുള്ള അതിന്റെ കഴിവിനെയൊക്കെ നശിപ്പിക്കും. മാത്രമല്ല, ഈ പക്ഷികള് ഈ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടത്തോടെ നമ്മളുടെ അടുക്കലൊക്കെ വന്നിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ പ്രാവിന് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സൂണോട്ടിക് ഡിസീസസ് എന്നൊക്കെ പറയും. പക്ഷികളിൽ നിന്നുള്ള അതിന്റെ ചില ബാക്ടീരിയ ഒക്കെ നിങ്ങളുടെ ആസ്മക്കാർക്കൊക്കെ വളരെ ഹാർംഫുൾ ആണ്, റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാക്കും. പക്ഷികൾ കുടിക്കാൻ വെള്ളം വെക്കണത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ അത് വെള്ളം തേടി എവിടെയൊക്കെ പോവാൻ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തും വെള്ളം കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ എടപ്പള്ളിയിലുള്ള ഒരു പക്ഷിക്ക് വെള്ളം കുടിക്കാനായിട്ട് അധികം അങ്ങനെ പക്ഷികൾ അങ്ങനെ കുളത്തിന്നൊന്നും വെള്ളം കുടിക്കണ ഞാൻ കണ്ടിട്ടില്ല. വെള്ളം വെക്കണം നല്ലതാണ് എപ്പോഴും. ഈ കളമശ്ശേരിയിലെ HMTയുടെ കാട്ടിലൊക്കെ തന്നെ ബേർഡ് ബാത്സ്, അവിടെ ചട്ടിയിലൊക്കെ നിറച്ച്, അവിടെ പോളി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി നിരീക്ഷകനുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ചട്ടികളിലൊക്കെ നിറച്ച് വെള്ളം വെക്കാറുണ്ട്. എന്റെ വീട്ടിലെ തന്നെ, ഞാനിപ്പോ ഫോട്ടോ കാണിക്കാനില്ല, എന്റെ വീട്ടിലെ തന്നെ ഒരു 15 ചട്ടിയുണ്ട് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനായിട്ട്. ശലഭത്താര പോലെ നമ്മൾ ശലഭത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശലഭത്തിനെ ഈ ഒന്നാമത് ഞാൻ അധികം പഠിച്ചിട്ടില്ല ബട്ടർഫ്ലൈസിനെ കുറിച്ചിട്ട്. എന്നാലും ഓരോ ബട്ടർഫ്ലൈസിനും ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ട്. അല്ല, അതുപോലെ പക്ഷികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷികൾക്ക് നമ്മളങ്ങനെ എന്തെങ്കിലും അങ്ങനെയില്ല. അതിപ്പോ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് വെക്കണത് നല്ലതാണ്. ഈ ഒരുപാട് പക്ഷികൾ ഫ്രൂട്ടേറിയൻ ആണല്ലോ, ഫലങ്ങൾ കഴിക്കണ പഴങ്ങൾ കഴിക്കണ പക്ഷികൾ ഒരുപാടുണ്ട്. അതെങ്ങനെ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ്, ലൈക്ക് ചെറി ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടേ വളരെ പെട്ടെന്ന് വളരണ അങ്ങനത്തെ മരങ്ങളൊക്കെ നട്ടുപിടിക്കണ. ഈവൻ ഇപ്പൊ ഇവിടെയുള്ള പപ്പായൊക്കെ പഴുത്തു കഴിഞ്ഞാല് നിറയെ തരത്തിലുള്ള പക്ഷികൾ വന്ന് തിന്നും.
അങ്ങനത്തെ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് അതൊന്നും ചിലത് നമ്മൾ തൊടാറേ ഇല്ല പക്ഷികൾക്ക് വേണ്ടി. അതുപോലെ എൻ്റെ അവിടെ 2 ആഞ്ഞിലി ഉണ്ട്. ഈ ആഞ്ഞിലി ചക്ക മുഴുവൻ പക്ഷികൾക്ക് തിന്നാനുള്ളതാ. അപ്പോ അങ്ങനത്തെ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് നടുന്നത് നല്ലതാണ് പക്ഷികൾക്ക് വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് അല്ലാണ്ടുള്ള ജീവികളെ ഒന്നും നോൺ വെജിറ്റേറിയൻ പക്ഷികൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ശരി.